Radio Lime News Update. നമസ്കാരം. ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. ലീഡ്സിലെ 2 ഹോസ്പിറ്റലുകളിലെ മെറ്റേണിറ്റി സർവീസുകളെ നല്ലത് എന്ന വിഭാഗത്തിൽ നിന്ന് അപര്യാപ്തം എന്ന നിലയിലേക്ക് തരം താഴ്ത്തി. ഈ 2 ഹോസ്പിറ്റലുകളിലെ പ്രസവ ശുശ്രൂഷ വിഭാഗത്തിന്റെ പ്രവർത്തനങ്ങൾ ഗർഭിണികൾക്കും കുഞ്ഞുങ്ങൾക്കും അപകടത്തിന് കാരണമാകുന്നുവെന്ന് തിരിച്ചറിഞ്ഞ് ഹെൽത്ത് കെയർ റെഗുലേറ്ററാണ് ഈ നടപടി സ്വീകരിച്ചത്. ലീഡ്സ് ടീച്ചിംഗ് ഹോസ്പിറ്റൽസ് NHS ട്രസ്റ്റിൽ നടന്ന പരിശോധനകളിൽ കെയർ ക്വാളിറ്റി കമ്മീഷൻ പരിചരണത്തിന്റെ ഗുണനിലവാരത്തെയും സ്റ്റാഫിംഗ് നിലവാരത്തെയും കുറിച്ചുള്ള ജീവനക്കാരിൽ നിന്നും രോഗികളിൽ നിന്നുമുള്ള ആശങ്കകൾ സ്ഥിരീകരിച്ചു. ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തണമെന്ന് കാണിച്ച് ഇംഗ്ലണ്ടിന്റെ റെഗുലേറ്റർ ഇപ്പോൾ ഒരു മുന്നറിയിപ്പ് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 6 മാസത്തിനിടെ ട്രസ്റ്റിൽ മതിയായ പരിചരണം ലഭിച്ചില്ലെന്ന് 67 കുടുംബങ്ങളാണ് പരാതിപ്പെട്ടത്. ഇതിൽ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ജനറൽ ഇൻഫർമറിയിലും സെന്റ് ജെയിംസ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലും മെറ്റേണിറ്റി നവജാത ശിശുക്കളുടെ സേവനങ്ങൾ മെച്ചപ്പെടുത്തുവാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് തരം താരത്തിൽ മറുപടിയായി LTH ഇങ്ങനെയാണ് പറഞ്ഞത്. UK-യിലെ കാട്ടുതീയുടെ എണ്ണത്തിൽ 7 മടങ്ങ് വർധനവുണ്ടായതിനു പിന്നാലെ UK-യിലെ അഗ്നിശമന സേനാ മേധാവികൾ വീടിന്റെ പുറത്ത് തീ ഇടുന്നതും ബാർബിക്യൂകളും ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പ് നൽകി. താപനില കുത്തനെ ഉയരുന്ന സാഹചര്യത്തിൽ ഇംഗ്ലണ്ടിൽ ഉടനീളം ആംബർ ഹീറ്റ് അലർട്ട് മെറ്റ് ഓഫീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ വർഷം ഇതിനോടകം തന്നെ UK-യിൽ 500-ലധികം കാട്ടുതീകൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഈ കാലയളവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തതിനേക്കാൾ 717 വർധനവാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. UK ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസുകളെ പ്രതിനിധീകരിക്കുന്ന നാഷണൽ ഫയർ ചീഫ്സ് കൗൺസിൽ പ്രകാരം ജനുവരി 1 മുതൽ 564 തീപിടുത്തങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രാജ്യത്തെ താപനില ഉയരുന്ന സാഹചര്യത്തിൽ കണക്കുകൾ ഇനിയും കൂടുമെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. UK-യിലെ മിക്ക കാട്ടുതീകളും മനുഷ്യന്റെ പ്രവർത്തികൾ മൂലമാണ് ഉണ്ടാകുന്നത്. തുറസായ ഗ്രാമപ്രദേശങ്ങളിലും പാർക്കുകളിലും ചതുപ്പ് പ്രദേശങ്ങളിലും ഡിസ്പോസിബിൾ ബാർബിക്യൂകൾ ഉപയോഗിക്കുന്നതും സിഗരറ്റുകൾ, തീപ്പെട്ടികൾ, ഗ്ലാസ് കുപ്പികൾ എന്നിവ മൂലം ഉണങ്ങിക്കിടക്കുന്ന ചെടികളിൽ തീപിടിക്കുവാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ പറയുന്നു. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട വിമാനത്തിന് ലണ്ടനിലേക്ക് പറന്നു ഉയരുന്നതുവരെ യാതൊരു തകരാറും ഉണ്ടായിരുന്നില്ലെന്ന് എയർ ഇന്ത്യ CEO ക്യാം ബെൽ വിൽസൺ. ലണ്ടനിലേക്ക് പറക്കും വരെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നുവെന്ന് CEO വ്യക്തമാക്കി. എഞ്ചിൻ പരിശോധനകൾ കൃത്യമായി നടന്നിരുന്നു. വലതുവശത്തെ എഞ്ചിൻ മാർച്ചിലാണ് അറ്റകുറ്റപ്പണികൾ നടത്തിയത്. ഇടതുവശത്തെ എഞ്ചിൻ ഏപ്രിലിൽ പരിശോധിച്ചിരുന്നു. അടുത്ത പരിശോധന നടക്കേണ്ടിയിരുന്നത് വരുന്ന ഡിസംബറിലാണെന്നും ക്യാം ബെൽ വിൽസൺ വിശദമാക്കി. എയർ ഇന്ത്യ ജീവനക്കാർക്ക് അയച്ച കത്തിലാണ് വിവരങ്ങളുള്ളത്. പഠന വിസ തരപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞ് 65 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ തമിഴ്നാട് സ്വദേശി മെഡിക്കൽ കോളേജ് പോലീസിന് പിടിയിലായി. തമിഴ്നാട് തിരുവള്ളൂർ ചൌള നഗർ സ്വദേശി അജീഷാണ് പിടിയിലായത്. പൂന്തർ സ്വദേശി ജീനിനെയാണ് ഇയാൾ കബളിപ്പിച്ചത്. ജീനിനും സുഹൃത്തുക്കൾക്കും UK-യിൽ വിസ തരപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞാണ് ഇയാൾ പണം തട്ടിയെടുത്തത്. ഇനി നാട്ടിലെ വാർത്തകൾ. ധർമ്മടം കായലോട് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ SDPI ഇടപെടൽ നടത്തിയിട്ടില്ലെന്ന് ജില്ലാ പ്രസിഡന്റ് ബഷീർ കണ്ണാടിപ്പറമ്പ്. പ്രശ്നം ചർച്ച ചെയ്യുവാൻ SDPI ഓഫീസിൽ വേദി ഒരുക്കുക മാത്രമാണ് ചെയ്തതെന്ന് അദ്ദേഹം പറഞ്ഞു. അറസ്റ്റിലായവർ SDPI പ്രവർത്തകരാണ്. പെൺകുട്ടിയെയും സുഹൃത്തിനെയും ഒരുമിച്ച് കണ്ടപ്പോൾ ഇരുവരുടെയും ബന്ധുക്കളെ വിളിച്ചു വരുത്തിയിരുന്നു. വന്നവർ ഇരുന്ന് ചർച്ച ചെയ്യുവാൻ സ്ഥലം അന്വേഷിച്ചപ്പോൾ SDPI ഓഫീസ് നൽകി. മഹല്ല് നേതൃത്വത്തിലാണ് ചർച്ചകൾ നടന്നത്. മുസ്ലിം ലീഗ് ധർമ്മടം മണ്ഡലം ജോയിന്റ് സെക്രട്ടറി, പള്ളിപ്പുറം സ്കൂൾ PTA പ്രസിഡന്റ്, യുവാവിന്റെ ഭാഗത്തുനിന്ന് കോളശ്ശേരി പഞ്ചായത്ത് മെമ്പർ തുടങ്ങിയ പ്രദേശത്തെ പൗരപ്രമുഖരുടെ സാന്നിധ്യത്തിൽ വെച്ചായിരുന്നു ചർച്ച നടന്നത്. സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗം തടയുന്നതിന്റെ ഭാഗമായി നിർമ്മാതാക്കളുടെ സംഘടന കൊണ്ടുവന്ന പുതിയ നിർദ്ദേശത്തിന്റെ ഭാവി തീരുമാനിക്കുക അമ്മയുടെ നിർണായക യോഗം. കഴിഞ്ഞ 1 വർഷമായി അഡ്ഹോക് കമ്മിറ്റിയായി പ്രവർത്തിക്കുന്ന സംഘടനയ്ക്ക് പുതിയ ഭാരവാഹികളെ കണ്ടെത്തുവാനും കൂടിയാണ് അമ്മ ജനറൽ ബോഡി യോഗം വിളിച്ചിരിക്കുന്നത്. ഈ മാസം 22-ന് കൊച്ചിയിൽ വെച്ചാണ് ജനറൽ ബോഡി. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അടക്കം ഇടപെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ലഹരി ഉപയോഗം തടയുവാനുള്ള നടപടികൾ ഇനി വൈകേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് നിർമ്മാതാക്കളുടെ സംഘടനയായ കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുതിയ തീരുമാനം അവതരിപ്പിച്ചിരിക്കുന്നത്. വിമാനത്താവളങ്ങളുടെ പരിസരങ്ങളിലെ ഉയരം കൂടിയ കെട്ടിടങ്ങളും മരങ്ങളും നിയന്ത്രിക്കുവാനുള്ള കരടുചട്ടം കേന്ദ്ര വ്യോമയാന മന്ത്രാലയം പ്രസിദ്ധീകരിച്ചു. കഴിഞ്ഞ വർഷം നിലവിൽ വന്ന ഭാരതീയ വായുയാൻ നിയമത്തിന്റെ ചുവട് പിടിച്ചാണ് ചട്ടങ്ങൾ. വിമാനം പറന്നുവരുന്നതിന് കെട്ടിടങ്ങളും മരങ്ങളും തടസ്സമാണെന്ന് ബോധ്യപ്പെട്ടാൽ അത് നീക്കം ചെയ്യുവാൻ ആവശ്യപ്പെടാം. ആവശ്യമുടമ അംഗീകരിച്ചില്ലെങ്കിൽ കലക്ടറുടെ ഇടപെടൽ വഴി പൊളിച്ചു മാറ്റുകയോ മുറിച്ചു മാറ്റുകയോ ചെയ്യാം. ഇനി കായിക വാർത്തകൾ. അടുത്ത IPL-ന് മുമ്പ് രാജസ്ഥാൻ റോയൽസുമായുള്ള ബന്ധം അവസാനിപ്പിക്കുവാൻ മലയാളി ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. 2013-ലാണ് സഞ്ജു രാജസ്ഥാനിലെത്തിയത്. ടീമിന് വിലക്ക് വന്നപ്പോൾ ഡൽഹി ഡെയർ ഡെവിൾസിൽ കളിച്ചെങ്കിലും 2018-ൽ വീണ്ടും രാജസ്ഥാനിലേക്ക് തിരികെ എത്തി. കഴിഞ്ഞ സീസണിൽ രാജസ്ഥാൻ പ്ലേ ഓഫ് കാണാതെ പുറത്തായിരുന്നു. സഞ്ജുവിന്റെ പരിക്കും മികച്ച വിദേശ താരങ്ങൾ ഇല്ലാതിരുന്നിട്ടും ടീമിന് തിരിച്ചടിയായിരുന്നു. 2026 IPL-ന് മുമ്പ് സഞ്ജുവിനെ ടീമിലെത്തിക്കുവാൻ ചെന്നൈ സൂപ്പർ കിങ്സിന് താല്പര്യമുണ്ടെന്ന് ഒരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തു. അടുത്ത വർഷത്തെ മിനി ലേലത്തിന് മുമ്പ് സഞ്ജുവിനെ ടീമിലെത്തിക്കാനാണ് ചെന്നൈ ശ്രമിക്കുന്നത്. ഇതിഹാസ താരം MS ധോണി IPL കരിയർ അവസാനിപ്പിക്കുന്ന ഘട്ടത്തിൽ സഞ്ജുവിനെ ചെന്നൈയിലെത്തിച്ചാൽ വിക്കറ്റ് കീപ്പറുടെ റോളിലേക്ക് മറ്റൊരാളുടെ ആവശ്യമില്ല എന്നാണ് കരുതപ്പെടുന്നത്. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 116.82 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും.
Radio Lime.